നമുക്കിന്ന് തമിഴ്നാട്ടിൽ കറികളിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു പൗഡർ പരിചയപ്പെടാം. കുഴമ്പ് മിളകായ്ത്തൂൾ അല്ലെങ്കിൽ കുഴമ്പ് മിളകായ്ത്തൂൾ എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇവിടുത്തെ മിക്ക നോൺ വെജ് റെസിപ്പീസിലും അതേപോലെ പുളി ചേർത്തുള്ള വെജിറ്റേറിയൻ ഡിഷസിൽ നമ്മളെ സാമ്പാറിലെല്ലാം ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണിത്. അപ്പോൾ അതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ പൗഡർ ഉണ്ടാക്കാൻ പ്രധാനമായും വേണ്ടത് മല്ലിയാണ്. മല്ലിയുടെ രുചിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കറിവേപ്പില ഒരു 2-3 പിടി നമുക്ക് ആവശ്യമുണ്ട്. ബെഡ്ഗി ചില്ലി ഒരു 10-11 യൂസ് ചെയ്യാം. സാദാ വറ്റൽമുളക് ഒരു 15 തൊട്ട് 20 വരെ യൂസ് ചെയ്യാം. മല്ലി ഞാനിവിടെ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാമിന്റെ അളവാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഇത് സാദാ വറ്റൽമുളകാണ്. നമ്മുടെ ബെഡ്ഗി ചില്ലി നമ്മളെ പിരിയൻ മുളക് പോലെ തന്നെയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉലുവയും 1.5 ടേബിൾ സ്പൂൺ നല്ല കട്ടിക്കായവും വേണം. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പാണ്. ഒരു 4 ടേബിൾ സ്പൂൺ വീതം കടുകും കുരുമുളകും ഒരു 3 ടേബിൾ സ്പൂൺ ജീരകവും വേണം. ഒക്കെ വറുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ്. ഇനി നമുക്ക് കട്ടിക്കായം ഒന്ന് വറുത്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടിക്കായം ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഉള്ളു വരെ വേവുന്ന തരത്തിൽ വേണം നമ്മളിത് മൊരിച്ചെടുക്കാൻ. കായം ഫ്രൈ ചെയ്യാൻ മാത്രമേ നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഒന്നിനും നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നില്ല. എല്ലാം ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബെഡ്ഗി മോൾഡിന്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് അത് വറുത്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ മുളകും മല്ലിയും എല്ലാം വെയിലത്ത് വെച്ച് ഒരു 2-3 ദിവസം ഉണക്കിയ ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടും. ബെഡ്ഗി മുളക് കർണാടകത്തിൽ കാണുന്ന ഒരു ടൈപ്പ് മുളകാണ്. നമുക്കതിന് പകരം പിരിയൻ മുളക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ ഇത് മിക്ക വീട്ടുകളിലും ഉണ്ടാകും. അവർ എല്ലാ വേനൽക്കാലത്തും ഇതെല്ലാം വാങ്ങി ഉണക്കി പൊടിച്ച് വെക്കാറാണ് പതിവ്. എന്നിട്ട് ആവശ്യാനുസരണം ചെറിയ ബോട്ടിലാക്കിയിട്ട് എല്ലാ കറികളിലും യൂസ് ചെയ്യാണ് ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാക്കുന്നത്. മല്ലി നന്നായി വറുത്ത് കഴിഞ്ഞാൽ അല്പം പുക വരും. ആ സ്റ്റേജിൽ നമ്മൾ മല്ലി മാറ്റണം. ഓവറായിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകുന്നതാണ്. ഇതുപോലെ നമുക്ക് കുരുമുളകും ജീരകവും ഉലുവയും കടുകും എല്ലാം വറുത്തെടുക്കാവുന്നതാണ്. ചില രീതിയിലേക്ക് തുവരപ്പരിപ്പിന് പകരം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ ചേർക്കാറുണ്ട്. അപ്പം ഒക്കെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചു. ഇനി അവസാനമായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അല്പം ഒന്ന് ചൂടാറിയാൽ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ കുഴമ്പ് മിളകായ്ത്തൂൾ. ഇത് നമ്മുടെ തമിഴ് ഡിഷസിലും മിക്ക നോൺ വെജ് ഡിഷസിലും അതേപോലെ തന്നെ പുളി ഒഴിച്ചിട്ടുള്ള അവരുടെ വെജിറ്റേറിയൻ ഡിഷസിലെല്ലാം അവർ ചേർക്കുന്ന ഒരു പൗഡറാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു തമിഴ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇത് വെച്ചിട്ടുള്ള ഇവരുടെ 2-3 ഫേമസ് റെസിപ്പികൾ ഞാൻ ചെയ്യുന്നതാണ്. നമ്മുടെ സാമ്പാറെല്ലാം ഇത് വെച്ചിട്ടാണ് ഇവിടെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കാറുള്ളത്. വെറൈറ്റി ഡിഷസ് എല്ലാം ഇഷ്ടമുള്ളവർക്ക് ഇതൊന്നും ഉണ്ടാക്കി വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സാമ്പാറിനെല്ലാം വേറൊരു രുചി തന്നെയാണ്. നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറായിട്ട് കിട്ടും. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.